നമസ്കാരം. 2024 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ സഹായത്തോടെ വിജയിച്ച കോൺഗ്രസ് പ്രതിപക്ഷ നേതാവാക്കി രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി അവരോധിച്ചു. 10 വർഷം പ്രതിപക്ഷ നേതാക്കൾ ആരുമില്ലാതിരുന്ന കോൺഗ്രസിന് ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടി. അത് ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസിന് ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടിയത്. പ്രതിപക്ഷ നേതാവാകാൻ രാഹുലിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിന്റെ ABCD പോലും അറിഞ്ഞാത്ത രാഹുൽ ഗാന്ധി ലോകസഭയിൽ ഭരണഘടനയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അവിടെ വലിയൊരു ഷോ തന്നെ കാണിച്ചു. സ്പീക്കറോട് ദേശീയത്തിൽ സംസാരിക്കുന്നത് സ്പീക്കറിനെ ഒരർത്ഥത്തിൽ അപമാനിക്കുന്ന രീതിയായിരുന്നു രാഹുൽ ഗാന്ധി അവിടെ കാണിച്ചത്. ഭരണപക്ഷം ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഭരണഘടനയെ മാത്രം ഉയർത്തിക്കാട്ടുന്ന രാഹുൽ അവസാനം അനുരാഗ് ഠാക്കൂർ രാഹുലിനെ വലിച്ചു കീറി ചുവരിലൊട്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അനുരാഗ് ഠാക്കൂർ അസ്ത്രം തൊടുത്തി വിടുന്ന പോലെ ഭരണഘടനയെക്കുറിച്ച് 3-4 ചോദ്യങ്ങൾ അങ്ങ് ചോദിച്ചു. എന്താണ് ഭരണഘടന എന്നും ഭരണഘടനയിൽ എത്ര പേജുകൾ ഉണ്ടെന്നും എത്ര ആർട്ടിക്കിൾ ഉണ്ട് എന്നും അനുരാഗ് ഠാക്കൂർ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു. രാഹുലിന്റെ ഒരൊറ്റ ഉത്തരം അറിയില്ല എന്നായിരുന്നു മറുപടി. ഠാക്കൂറിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: വല്ലപ്പോഴുമൊക്കെ രാഹുൽ ആ പേജുകളൊക്കെ ഒന്ന് മറിച്ച് നോക്കണ്ടേ അംബാനെ എന്ന് ഠാക്കൂറും തിരിച്ചടിച്ചു. പക്ഷെ മോദിയും അമിത്ഷായും വലിയ തോതിൽ ഒരു അക്ഷരമൊന്നും മിണ്ടിയില്ല. ചെറുതായിട്ടൊക്കെ അവർ ഈ രാഹുൽ ഗാന്ധി അവിടെ ലോക്സഭയിൽ ഹിന്ദുക്കളെ അവമാനിക്കുമ്പോഴും ഭരണഘടനയൊക്കെ പൊക്കി പിടിക്കുമ്പോഴൊക്കെ അമിത്ഷായും രാഹുൽ ഗാന്ധിയൊക്കെ അതിനെ പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ അണിയറയിൽ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും തിരക്കഥയിൽ വലിയൊരു സംഭവം തന്നെ അരങ്ങേറുന്നു എന്നത് നമുക്ക് ഇന്നലെയാണ് കാര്യം മനസ്സിലായത്. നിലവിൽ ശക്തമായ മറുപടിയാണ് മോദി രാഹുലിനും കോൺഗ്രസിനും നൽകിയിരിക്കുന്നത്. അതായത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച 1975 ജൂൺ 25-ന് ആ ദിവസത്തെ സജീവമാക്കി നിർത്താനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ജൂൺ 25 മുതൽ ഇനി എല്ലാ വർഷവും ജൂൺ 25-ന് ഭരണഘടന ഹത്യാ ദിനമായി ആചരിക്കാൻ വിജ്ഞാപനമിറക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുകയാണ്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും നീക്കത്തിന് പ്രതിരോധം തീർക്കാനാണ് ദിനാചരണത്തിലൂടെ BJP ലക്ഷ്യം വെക്കുന്നത്. ഇത് ആദ്യമായാണ് മുൻ സർക്കാരിന് ഏറെ വിവാദമായ ഒരു നടപടിയെ കേന്ദ്രം ആചരിക്കാൻ തീരുമാനിക്കുന്നത് എന്ന പ്രത്യേകതയും ഇതിലുണ്ട്. മനുഷ്യത്വരഹിതമായ നടപടിക്ക് ഇരയായവർക്കും അടിയന്തരാവസ്ഥയുടെ പീഡനമേറ്റവർക്കും വേണ്ടിയാണ് സംവിധാൻ ഹത്യാ ദിവസ് സമർപ്പിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കുന്നുണ്ട്. 1975 ജൂൺ 25-നാണ് ഇന്ദിരാഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് 2 വർഷത്തോളം പൗരന്മാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടായി. അധികാര ദുർവിനിയോഗത്തെ ചോദ്യം ചെയ്ത ജനങ്ങൾ നിരവധി അതിക്രമങ്ങൾക്ക് ഇരയായി. ഒരു തെറ്റും ചെയ്യാത്ത ലക്ഷക്കണക്കിന് പേരെ അന്ന് ജയിലിൽ അടച്ചു, അതിക്രൂരമായി മർദ്ദിച്ചു, മാധ്യമങ്ങളെ നിശബ്ദരാക്കി. സ്വച്ഛാധിപത്യ മനോഭാവത്തോടെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധി അന്ന് ചെയ്തത്. കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഒരു കാരണവശാലും ഭരണഘടന ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു അധികാരവും ഒരു അവകാശവും ഇല്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. ഓരോ ജനതയുടെയും ഓരോ വ്യക്തി സ്വാതന്ത്ര്യം പരാമർശിക്കുന്ന രാജ്യത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഭരണഘടനയിൽ ഒരു വിരൽ തൊട്ട് സ്പർശിച്ച് അതിനെ അശുദ്ധം പോലും ആക്കാനുള്ള അധികാരവും അതിനെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു അധികാരവും രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ ഒരു നേതാക്കൾക്കും ഇല്ല എന്നത് വസ്തുതയാണ്, വാസ്തവമാണ്.